Welcome to MAPRE YouTube News. LDFിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് കേവലമായ അധികാരത്തിന്റെ ഒരു സംവിധാനമായിട്ടല്ല. 5 കൊല്ലമോ 10 കൊല്ലമോ 15 കൊല്ലമോ ഭരിക്കാനുള്ള ഒരു ഭരണത്തിന്റെ മാത്രമുള്ള ഉപാധിയായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDFിനെ കാണുന്നത്. LDF ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിയതമായ ദൌത്യം പൂർത്തീകരിക്കാൻ കടപ്പെട്ട രാഷ്ട്രീയ പക്ഷമാണ്. ആ ദൌത്യത്തിന്റെ കാതലാണ് ഇടതുപക്ഷ ജനാധിപത്യ ബദൽ. ആ ബദലിനാവശ്യമായ പരിപാടി, ആ ബദൽ കാഴ്ചപ്പാടും ആ പരിപാടിയുമാണ് LDFിനെ വ്യത്യസ്തമാക്കുന്നത്. അതാണ് LDFിന്റെ മഹത്വം. ആ മഹത്വത്തിന്റെ എല്ലാ അർത്ഥങ്ങളും എല്ലാ അംശങ്ങളും ആരെക്കാളും ബോധ്യമുള്ള പാർട്ടിയാണ് CPI. അതുകൊണ്ട് പറയുകയാണ്, ഇത്രയേറെ ഗൌരവമേറിയ ദൂരവ്യാപക അർത്ഥമുള്ള ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസം പോലെ ഒന്നിൽ കേരളത്തിലെ LDF ഗവൺമെന്റ് പങ്കാളിയാകുമ്പോൾ, ഒരു MOU ഒപ്പിടുമ്പോൾ അതിനെപ്പറ്റിയുള്ള നയപരമായ കാര്യങ്ങളോ കണ്ടന്റോ ഒന്നും ഘടക പാർട്ടികളെ അറിയിക്കാത്തതിന്റെ യുക്തി, രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലാകുന്നില്ല. LDFിന് മാത്രമല്ല, നിങ്ങൾ അന്വേഷിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ടു. മന്ത്രിസഭയ്ക്കകത്തും ഈ MOUവിനെ പറ്റി ചർച്ച ഉണ്ടായിട്ടില്ല. 2 തവണ ക്യാബിനറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. 2 തവണ. അത് കഴിഞ്ഞ വർഷം 24 ഡിസംബറിൽ, ഈ വർഷം ഏപ്രിലിൽ. ആ 2 തവണയും ഇതിനെ കൃത്യം തീരുന്നതൊക്കെയാണ് 4/12/24 ഒന്നാം വട്ട ക്യാബിനറ്റിൽ ഇത് ചർച്ചയ്ക്കല്ല അജണ്ടയിൽ വന്നു. പിന്നീട് 9/4/25 അത് ക്യാബിനറ്റ് മുമ്പാകെ വന്നു. ആ 2 തവണയും നയപരമായ തീരുമാനങ്ങൾക്കായി അത് മാറ്റിവെച്ച വിഷയമാണ്. അർത്ഥമുണ്ട്. നയപരമായ തീരുമാനം വേണം എന്ന കാഴ്ചപ്പാടിൽ, ആ കാഴ്ചപ്പാട് ശരിയാണ്. ശരിയായ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ ക്യാബിനറ്റ് മാറ്റിവെച്ച ഒരു വിഷയമാണ്. ആ വിഷയം പിന്നീട് ഒരിക്കലും ക്യാബിനറ്റ് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ആ വിഷയത്തെപ്പറ്റി നയപരമായ തീരുമാനം കൈക്കൊള്ളാനും നയപരമായി സർക്കാരിനെ നയിക്കുവാനും കടപ്പെട്ട LDFിന് ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പൊ എവിടെയും ചർച്ച ചെയ്യാതെ, ആരോടും ആലോചിക്കാതെ, ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൌരവമേറിയ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. ഇതല്ല LDFിന്റെ ശൈലി. ഇതാകരുത് LDFിന്റെ ശൈലി. LDF വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ, അതിന്റെ മര്യാദകളെ, മാന്യതകളെ, രാഷ്ട്രീയ വ്യാപ്തികളെ എല്ലാം ഉൾക്കൊള്ളാൻ കടപ്പെട്ട പക്ഷമാണെന്ന് CPIക്ക് ബോധ്യമുണ്ട്. ആ നിലപാട് CPIക്കുണ്ട്. ഇതിനകത്ത് ഒപ്പിട്ടതായുള്ള വാർത്തകൾ പിറന്നു കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒപ്പിട്ടു എന്ന് മനസ്സിലാക്കി. ആ വാർത്ത ശരിയാണെന്നറിഞ്ഞു. ഇന്നലെ രാത്രിയിൽ വൈകും വരെ നിങ്ങളെല്ലാം വിളിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഒറ്റ വാചകമാണ്: കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ, at that moment I was not sure of that. കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് മുന്നണി മര്യാദകളുടെ
ലംഘനമാണെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്. അത് ശരിയായിരുന്നു, ആ വാർത്ത ശരിയായിരുന്നു, ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആവർത്തിച്ച് CPI പറയുന്നു, ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അത്തരം ലംഘനം LDFന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. LDF അങ്ങനെയല്ല ഗൗരവമേറിയ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അതല്ല LDFന്റെ വഴി. LDFന്റെ വഴി ഇടതുപക്ഷ വഴിയാണ്. അതിന്റെ വഴി ജനാധിപത്യ വഴിയാണ്. ആ ജനാധിപത്യത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും ആശയങ്ങളെയും മൂല്യങ്ങളെയും മറന്നുകൊണ്ട് ഇപ്രകാരം പോകുന്ന ഈ ശൈലി തിരുത്തപ്പെടേണ്ട ഒന്നാണ്. അത് തിരുത്തിയേ തീരൂ. ആ കാര്യം കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് LDF കൺവീനർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് LDFലെ എല്ലാ ഘടക പാർട്ടികൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ കത്തിലെ സാരാംശം ഇതാണ്: LDFലെ തീരുമാനം കൈക്കൊള്ളുന്ന വഴികളെ പറ്റിയുള്ള CPI കാഴ്ചപ്പാടാണ്. ഇതല്ല വഴിയെന്ന് LDFന്റെ അകത്ത് CPIക്ക് ഉറച്ചു പറയാനുള്ള അവകാശമുണ്ട്. അത് പറയുന്നു ഞങ്ങൾ. PMCയെ പറ്റി ലഭ്യമായിട്ടുള്ള രേഖകളെല്ലാം ഞങ്ങൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കണ്ടേക്കാൻ രേഖകളില്ല. നാനാഭാഗത്തു നിന്നും ഞങ്ങളത് ശേഖരിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. Thank you.